ഏതൊരു ഫാമിലിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രത്തൻ ടാറ്റ ഇറക്കിയ ഒരു കാറായിരുന്നു ടാറ്റ നാനോ എന്ന് പറയുന്നത്. പക്ഷേ ഇറങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ അത് വന്നതുപോലെ പോയി ചെയ്തു. അതിനുള്ള റീസൺ എന്താ? ഇത് ഇറങ്ങിയ സമയത്ത് രത്തൻ ടാറ്റ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഏതൊരു ഫാമിലിക്കും വളരെ ചീപ്പ് റേറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറാണ്. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ എന്താ പറഞ്ഞത്? ചീപ്പ് റേറ്റിന്. ആ ഒരു വേർഡ് തന്നെയാണ് ടാറ്റ നാനോ എന്ന് പറയുന്ന ഒരു കാറിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ വേർഡ് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട്, അതൊരു ചീപ്പ് കാറാണെന്ന്. 1 ലക്ഷം രൂപയ്ക്കായിരുന്നു ടാറ്റ നാനോ സ്റ്റാർട്ടിങ് സമയത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഏതൊരു വീട്ടുകാർക്കും ഒരു കാർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ബൈക്കിൽ ഇപ്പോൾ 2-3 ആൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ഫാമിലിക്ക്, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആണെങ്കിൽ പോലും വളരെ കൂളായിട്ട് ഒരു കാറിനുള്ളിൽ 4 പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാർ ഇറക്കുക എന്ന രീതിയിലായിരുന്നു രത്തൻ ടാറ്റ നാനോ എന്ന് പറയുന്ന ആ ഒരു കാർ ഇറക്കിയിട്ടുള്ളത്. അത് ഇറക്കിയ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 1 ലാഖിന് ഏതൊരു വീട്ടുകാർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചീപ്പ് റേറ്റിനാണ് ആ കാർ ഇറക്കുക എന്നൊരു ന്യൂസ് പുറത്ത് വന്നതോടുകൂടി പല ആളുകൾക്കും ഇത് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്തില്ല. ആ ഒരു ഇഷ്യൂ ഇത് മറ്റൊരു സൈഡിലുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഇത് ഒഴിവാക്കാനുള്ള കാരണം നാനോ ആണ് തൻ്റെ കയ്യിലുള്ള കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പുറത്തുള്ള ആളുകൾ വിചാരിക്കും, ഓ നാനോ അല്ലേ, നാനോ എടുക്കാൻ ഇപ്പോൾ എന്താ പണി, ചെറിയ ചീപ്പ് കാറല്ലേ, അല്ലെങ്കിൽ ആ കാറിന് ഒരു വാല്യൂ ഇല്ല. ആ ഒരു മൈൻഡ് സെറ്റ് ആളുകളിലേക്ക് കയറാൻ തുടങ്ങിയത് മുതലാണ് നാനോയുടെ ആ ഒരു സെയിൽ കുറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 2017-18 ആയ സമയത്ത് തന്നെ രത്തൻ ടാറ്റയുടെ ടാറ്റ നാനോ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം അടിപതറി, അത് പൊട്ടിപ്പോയി. പിന്നെ നാനോ എന്ന് പറയുന്ന കാറ് ഇറങ്ങിയിട്ടില്ല, പ്രൊഡക്ഷൻ തന്നെ നിന്നുപോയി. പക്ഷേ അത് ഇറങ്ങിയ സമയത്ത് കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ചധികം പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതിൻ്റെ സെയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കുറയാൻ തുടങ്ങി. അവർ യൂസ് ചെയ്ത സ്ട്രാറ്റജികളൊക്കെ പൊട്ടി തുടങ്ങിയതുകൊണ്ടാണ്. കാരണം അവർ ഒരൊറ്റ വേർഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചീപ്പ് എന്നൊരു വേർഡ് കൊണ്ട്, പക്ഷെ അവർ ഉദ്ദേശിച്ചത് അതാവില്ല. അതായത് വളരെ ചെറിയ റേറ്റിന് ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന രീതി എന്നാണ് അവർ ചീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ആ വേർഡ് ജനങ്ങളിലെത്തിയത്, അതായത് കസ്റ്റമേഴ്സ്, ഓഡിയൻസിൻ്റെ ഇടയിലെത്തിയത് നേരെ തിരിച്ചായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സെയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ താഴോട്ട് പോയത്. പക്ഷേ നാനോ എന്ന് പറയുന്ന ആ ഒരു കാറിൻ്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ കുറഞ്ഞത് കൊണ്ട് മാത്രം രത്തൻ ടാറ്റയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. രത്തൻ ടാറ്റയ്ക്ക് ഒന്നും സംഭവിക്കുകയുമില്ല. കാരണം ആ ഒരു ബ്രാൻഡിന് ഒരു ഗുഡ് വിൽ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഒരു കാർ ഇറക്കി ആ കാർ പൊട്ടി എന്നതിൻ്റെ പേരിലൊന്നും രത്തൻ ടാറ്റയുടെ ആ പേര് പോകുകയുമില്ല. സോ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കെൻ ഡിജിറ്റൽ അക്കാദമി.